മുണ്ടക്കയം പഞ്ചായത്ത് സ്ഥാപിച്ച ക്യാമറ കണ്ണുകളിൽ മാലിന്യ നിക്ഷേപകർ കുടുങ്ങി തുടങ്ങി. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെ മുണ്ടക്കയം എരുമേലി റൂട്ടിൽ ഇല്ലിക്കുപ്പ് ഭാഗത്ത് മാലിന്യം നിക്ഷേപിച്ച വ്യക്തിയെ ക്യാമറ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ സഹായത്തോടെ കണ്ടെത്തി. ആദ്യഘട്ടമെന്ന നിലയിൽ കേസ് എടുക്കാതെ താക്കീത് നൽകി 5000 രൂപ ഫൈൻ ഈടാക്കി വിട്ടയച്ചു. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചിലവഴിച്ച് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിലായി CCTV ക്യാമറ സ്ഥാപിച്ചിരുന്നു. പൊതു ഇടങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടുപിടിക്കുന്നതിനും അവർക്ക് ശിക്ഷാ നടപടികൾ ഏർപ്പെടുത്തുന്നതിനുമാണ് ഇങ്ങനൊരു സംവിധാനം വെച്ചത്. ഇതനുസരിച്ച് വിവിധ ഭാഗങ്ങളിലായി 5 ഇടങ്ങളിൽ ക്യാമറ വയ്ക്കുകയും കഴിഞ്ഞ ദിവസം ഇല്ലിവളവ് ഭാഗത്ത് കണ്ണിമല ഇല്ലിവളവ് ഭാഗത്ത് വെച്ച് ഒരാൾ രാത്രിയിൽ ക്യാമറയുടെ സഹായത്തോടു കൂടി ആ ആളിനെ കണ്ടുപിടിക്കുകയും രാത്രിയിൽ കൊണ്ടുവന്ന് വേസ്റ്റ് ഇല്ലിക്കാട്ടിലേക്ക് തള്ളുകയും ചെയ്തു. വണ്ടിയുടെ നമ്പർ അടക്കം കിട്ടുകയും അയാൾക്കെതിരെ പഞ്ചായത്ത് നടപടി സ്വീകരിക്കുകയും അയാൾക്ക് വാണിംഗ് കൊടുക്കുകയും നോട്ടീസ് കൊടുത്ത് 5000 രൂപ പിഴ അയാളിൽ നിന്ന് ഈടാക്കുകയും ചെയ്തു. ഇനിയും ഇങ്ങനെയുള്ള നടപടികൾ ആവർത്തിക്കാതിരിക്കാനായിട്ട് പൊതുജനങ്ങൾക്കുള്ള മെസ്സേജാണ്. കർശനമായ നടപടിയാണ് പഞ്ചായത്ത് എടുക്കുന്നത്. ഇനിയും വിവിധ ഇടങ്ങളിൽ ഈ വർഷവും ബഹുമാനപ്പെട്ട ശുഭേഷ് സുധാകരൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ തന്നിട്ടുള്ള 15 ലക്ഷം രൂപയും കൂടെ വകയിരുത്തിക്കൊണ്ട് മാലിന്യം നിക്ഷേപിക്കുന്നവരെ പിടികൂടുക എന്ന ലക്ഷ്യത്തോടെ മുണ്ടക്കയം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 12ഓളം ക്യാമറകളാണ് ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് ഓഫീസിൽ ക്രമീകരിച്ചിരിക്കുന്ന മോണിറ്ററിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ക്യാമറ ദൃശ്യങ്ങൾ നിരീക്ഷിക്കുവാൻ കഴിയും. ഇതിനായി ഒരു ജീവനക്കാരെ പ്രത്യേകം നിയോഗിച്ചിട്ടുണ്ട്. 360 ഡിഗ്രി തിരിയുന്ന ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ക്യാമറ പഞ്ചായത്ത് ഓഫീസിൽ ഇരുന്നു കൊണ്ട് തന്നെ നിയന്ത്രിക്കുവാൻ കഴിയുമെന്നതും പ്രത്യേകതയാണ്. അടുത്ത ഘട്ടത്തിൽ കൂടുതൽ ക്യാമറകൾ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ച് പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുവാനാണ് അധികാരികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.